കൈവശ ഭൂമിയിൽ ജണ്ട കെട്ടാനുള്ള ശ്രമം ആദിവാസി കോളനിക്കാർ തടഞ്ഞു. ചീയമ്പം 73 കോളനിയിലെ ആദിവാസി കുടുംബങ്ങളുടെ ഭൂമിയിൽ ജണ്ട കെട്ടാനുള്ള ശ്രമമാണ് തടഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ വനപാലകർ ജണ്ട കെട്ടാനെത്തിയപ്പോഴാണ് കോളനി നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. പട്ടയമുള്ളതും കൈവശരേഖ ഉള്ളതുമായ ഭൂമിയാണ് ചീയമ്പം 73 ഭാഗത്തെ കോളനി സ്ഥലത്ത് ഉള്ളത്. പട്ടയമുള്ളതും നികുതി അടച്ചു പോരുന്നതുമായ ഭൂമിയിലാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ജണ്ട കെട്ടുവാൻ എത്തിയതെന്ന് കോളനിക്കാർ ആരോപിച്ചു. 2009 വനാവകാശ നിയമപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിലാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. പണിയ, കാട്ടുനായ്ക്ക സമുദായങ്ങളിലെ അംഗങ്ങൾ ഇവിടെയുണ്ട്. 110 ഹെക്ടർ ഭൂമിയിൽ 300ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഊരുകൂട്ടത്തിൻ്റെയോ വനാവകാശ കമ്മിറ്റിയുടെയോ അഭിപ്രായം തേടാതെ സ്വന്തം നിലയിൽ വനംവകുപ്പ് ജണ്ട കെട്ടാൻ എത്തുകയായിരുന്നു. ഈ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് രേഖയുമുണ്ട്. ഫോറസ്റ്റുകാർ തന്നെ അതിൽ അന്ന് എഴുതി വരച്ചു കൊടുത്ത ഇത് ഫോറസ്റ്റ് ഭൂമി അല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത രേഖ വില്ലേജ് ഓഫീസിലും തഹസിൽദാർ ഓഫീസുകളിലൊക്കെ നിലനിൽക്കുന്നു. അതെടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം ഇവർക്ക് ഈ ഭൂമി ഫോറസ്റ്റ് ഭൂമി അല്ല എന്ന്. ആ പാവങ്ങൾക്ക് ആ മരം മുറിക്കാതിരിക്കാനും അതിനെ തടസ്സപ്പെടുത്താനും വേണ്ടി ഇവരുണ്ടാക്കുന്ന ഒരു മുടന്ത ന്യായമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. വനപാലകർ കോളനിവാസികളെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച് കേണിച്ചിറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പട്ടയമുള്ളതും നികുതി അടച്ചുപോരുന്നതുമായ ലക്ഷ്മി രാജിൻ്റെ സ്ഥലത്തോട് ചേർന്നാണ് ജണ്ട കെട്ടുന്നതിനായി കല്ല് ഇറക്കിയത്. ഇവിടെ ജണ്ട കെട്ടാനുള്ള നീക്കമാണ് കോളനിവാസികൾ തടഞ്ഞത്. അതേസമയം വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലത്തിൻ്റെ അതിരുകൾ തിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ജണ്ട കെട്ടുന്നതെന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. സി ഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.